ദൈവനാമത്തിന് ഒരു ദിവസം കൂടെ നമുക്ക് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം പറയാം. പ്രൈസ് ലോട്ട് ഹല്ലേലൂയ. മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഹിന്ദിയിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. അനേകം ആൾക്കാർ ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് വായിച്ച് ചെയ്യുന്ന അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കൃപ ഉണ്ടാകട്ടെ. നമ്മൾ ചിലപ്പോൾ ഒരാളെ രക്ഷിക്കപ്പെടുള്ളൂ. നമ്മൾ ആൾക്കാരെ എണ്ണോ നോക്കണം. ഇത് അനേകം ആൾക്കാർ എണ്ണങ്ങൾ നോക്കുന്നു, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് നമ്മുടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എവിടെയെങ്കിലും ആൾക്കാർ എങ്ങനെയും രക്ഷിക്കും. പ്രൈസ് എങ്ങനെയും ആൾക്കാർ ഏതെങ്കിലും മീഡിയ വഴിയായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ വിടുവിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. വചനം ഏത് സമയം ഇരുതല വാളിനേക്കാളും മൂർച്ചയുള്ള വചനമാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് എവിടെയൊക്കെ വചനം പ്രസംഗിക്കുന്നുണ്ടോ, പ്രൈസ് ലോർഡ്, ഇന്നല്ലേ നാളെ ആ വചനം അത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് അനുഭവത്തിൽ നിന്നാണ് പറയും. കർത്താവിന്റെ വചനം പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്ന, സ്ട്രീറ്റ് ഷെയർ ചെയ്യുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ കർത്താവിന്റെ വചനം ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, വാട്സാപ്പിലായിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, നിങ്ങൾ ഇവാഞ്ചലിസം ചെയ്യുന്നത്. പ്രൈസുള്ള കർത്താവിൻ്റെ നാമത്തിന് മഹത്വപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നു, ഐ എം നോട്ട് ടു അൺജസ്റ്റ് ടു ഫോർഗെറ്റ് ദ വർക്ക് വിച്ച് യു ഹാവ് ഡൺ ഫോർ മീ. അതാണ് പറയുന്നത്. കർത്താവിൻ്റെ നാമത്തെ പ്രതി നമ്മൾ ചെയ്ത കാര്യം മറന്നു കളയാൻ തക്കം അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. പ്രൈസുള്ള ഇന്നത്തെ കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നത്, പ്രൈസുള്ള മത്തായി സുവിശേഷം ലൂക്കപ്പ് മാത്യു എന്ന കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്. രണ്ടാം വരവിൽ കർത്താവ് എന്തൊക്കെയാ അതിൻ്റെ അടയാളം എന്നാക്കിയ, എന്തൊക്കെയാ കർത്താവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്നത്. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24 സംസാരിക്കുന്നത്. പ്രൈസല്ലോ രണ്ടാം വരവിൽ എന്തൊക്കെയാ സംസാരിക്കും. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് എങ്ങനെയപ്പോൾ എങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇതിനകത്ത് രണ്ടാം വരയിൽ രക്ഷപ്പെടുവാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ രണ്ടാം വരയിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്യണം, ഈ കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ आज मैं मत्ती के सुसमाचार में से 24वें अध्याय में से यीशु मसीह के दूसरे आगमन के बारे में कुछ बातें बताना चाहता हूँ कि यीशु के दूसरे आगमन में क्या कुछ होने वाला है और किस तरह से लोग उससे पहले उद्धार पा सकते हैं, उसमें हम अपनी ओर से क्या कर सकते हैं. വിൽസമൃതനോട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് കർത്താവ് അക്ഷയനോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദർ. അപ്പം ഇതിൽ ഞാൻ കർത്താവിൻ്റെ രണ്ടാം വരവ്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം നമ്മളെ വെറുതെ ഈ ലോകത്തിലേക്ക് വിട്ടതല്ല. പ്രൈസ് ലോർഡ്. അത് കർത്താവിൻ്റെ പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് വന്നത്. പ്രൈസ് ലോർഡ്. അപ്പം പ്ലാനിങ്ങോട് കൂടി കർത്താവ് ഒരു ഡ്യൂട്ടി തന്ന ആ ഡ്യൂട്ടിയുടെ ഓണറാണ് കർത്താവ്. ആ ഡ്യൂട്ടി കൊണ്ട് ദൈവം നമ്മളെ ഈച്ച് ആൻഡ് എവറി ഡേ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാണ്ട് വാച്ച് ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും കർത്താവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. हम जब इस दुनिया में जी रहे हैं, हम ऐसे ही इस दुनिया में नहीं आए हैं. परमेश्वर की एक योजना के अनुसार हम इस दुनिया में आए हैं और हमें एक जिम्मेदारी सौंपने वाला परमेश्वर है, उस जिम्मेदारी का मालिक है. वो एक दिन हम पर नजर रखे हुए है कि क्या हम उसकी उस जिम्मेदारी को पूरा कर रहे हैं या नहीं. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, കർത്താവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അടുത്ത് നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു കൊടുക്കും. അതാ കർത്താവിന്റെ പ്രത്യേകത. हमारे प्रभु की एक खासियत है कि जो प्रभु से प्रेम करता है, वो अगर प्रभु से कुछ पूछता है तो प्रभु उसको बताता है. ये उसकी खासियत है. ഇതേപോലെ ശിശുമാരെ എന്ന കർത്താവിന്റെ അടുത്തൊന്ന് ചോദിക്കണം. മത്തായി സുവിശേഷം ബുക്ക് മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 3 and 4 and 5 ഇതിൽ പറയുവാണ്, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിശുമാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. मत्ती का सुसमाचार 24वां अध्याय उसका 3, 4 और 5 में इस तरह से हम देख सकते हैं. तीसरा वचन, जब वह जैतून पहाड़ पर बैठा था तो चेलों ने एकांत में उसके पास आकर कहा, हमें बता कि ये बातें कब होंगी, तेरे आने का और जगत के अंत का क्या चिन्ह होगा. കർത്താവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, കർത്താവിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞുകൊടുക്കും. അതാണ് കർത്താവിന്റെ സ്വാർത്ഥതയില്ല. प्रभु की खासियत ये है कि प्रभु अपने प्रेम करने वालों को वो जो कुछ पूछते हैं वो बताता है. प्रभु में स्वार्थ नहीं है. കർത്താവ് ഉടനെ പറയുവാണ്, ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 4. അതിന്റെ സമയം നിർത്തുന്നില്ല, പെട്ടെന്ന് തന്നെ കർത്താവ് മറുപടി കൊടുക്കണം. മറുപടി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പറയുവാണ്, അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. प्रभु उसका तुरंत जवाब देता है, देरी नहीं करता है. 24:4 में वो कहता है, यीशु ने उनको उत्तर दिया, सावधान रहो, कोई तुम्हें भरमाने न पाए. കർത്താവിന്റെ വരവിന്റെ അടയാളം കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു വെച്ചാൽ തുടർമാനോട്ട് വായിക്കുവാണെങ്കിൽ, ഞാൻ ക്രിസ്തു എന്ന് വേഴ്സസ് 5, 6 and 7 and 8 ഇതിൽ പറയുവാണ്. ഞാൻ അതിന് യേശു പറഞ്ഞു, അപ്പൊ ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിച്ചുകളയും. പ്രൈസ് ദി ലോർഡ്. അത് രണ്ടാം വരവിന്റെ അടയാളം പറയും, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും.
ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. 5वें, 6ठे, 7वें और 8वें अध्याय में यीशु अपने आगमन के लक्षणों के बारे में बताता है। वहां पर यीशु कहता है, सावधान रहो, कोई तुम्हें भरमाने न पाए, क्योंकि बहुत से ऐसे होंगे जो मेरे नाम से आकर कहेंगे मैं मसीह हूँ, और बहुतों को भरमाएंगे। तुम लड़ाइयों और लड़ाइयों की चर्चा सुनोगे तो घबरा न जाना, क्योंकि इनका होना अवश्य है। നമുക്കറിയാം, ഇന്ന് കർത്താവിന്റെ നാമം പ്രഘോഷിക്കുന്ന ആൾക്കാർ വേറെ ഒത്തിരി വഴിതെറ്റിപ്പോയി. കർത്താവിന്റെ ശക്തി അറിഞ്ഞ ആൾക്കാർ വരെയും കർത്താവിന്റെ കൃപയിൽ നിന്ന് വീണുപോയിരിക്കുകയാണ്. ഇപ്പൊ അനേകം ആൾക്കാർ അങ്ങനെ സംഭവിച്ചു ലോകത്തിൽ. ഇപ്പം हम जो जानते हैं कि आज इस दुनिया में परमेश्वर के वचन का प्रचार करने वाले बहुत से लोग भटक गए हैं। प्रभु की सामर्थ को चखने वाले बहुत से लोग उससे दूर हो गए हैं। നമ്മൾ ആ കൃപയിൽ നിന്ന് വീണ് പോയിരിക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം, കർത്താവിന്റെ പരിജ്ഞാനത്തെ വളരണം. അതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. കർത്താവിന്റെ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അന്ധകാര ശക്തിക്ക് ആ ട്രൂത്ത്, ആ യഥാർത്ഥ സത്യം നമ്മളെ തിരിച്ചു വെക്കാനായിട്ട് സാധിക്കില്ല, മറിച്ച് വെക്കാൻ സാധിക്കത്തില്ല. प्रभु के अनुग्रह में बने रहने का, गिरने से बचने का एक ही तरीका है कि परमेश्वर का वो ज्ञान हमारे अंदर हो। अगर वो सत्य हमारे अंदर है तो कोई अंधकार की ताकत हमें गिरा नहीं सकती, भटका नहीं सकती। കർത്താവ് രണ്ടാം വരവിന്റെ അടയാളം പറയാണ്. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 6 and 7 ഇത് പറയാണ്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചൽപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അതേപോലെ തന്നെ ഈ പീഡനവും കഷ്ടപ്പാടും ഇതെല്ലാം ഉണ്ട്. ക്രൈസ്തവ കർത്താവിന്റെ രണ്ടാം വരവിന്റെ മുമ്പ് ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. ഇത് കണ്ടിട്ട് ആരെങ്കിലും സുവിശേഷകരെ നിർത്തുവാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കാണിക്കുന്ന ഇത്രയും മണ്ടത്തരം വേറെ ഇല്ല ഈ ലോകത്തിൽ. प्रभु के दूसरे आगमन के लक्षणों के बारे में बताया गया 6ठा 7वां वचन, तुम लड़ाइयों और लड़ाइयों की चर्चा सुनोगे तो घबरा न जाना, क्योंकि इनका होना अवश्य है, परंतु उस समय अंत न होगा और पीड़ाएं और परेशानियां आएंगी। अगर ये सब कुछ देखकर आप सुसमाचार की सेवकाई करना बंद कर देते हैं तो आपके जैसा बुद्धू और कोई नहीं होगा। തുടർമാനോട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. വേഴ്സസ് 7 and 8 to 9 ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 7 ഇതിൽ പറയുന്നത്, എന്നാൽ അതും അവസാനമല്ല, ജാതിയോടും രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും എല്ലാം അവിടെ ഉണ്ടാകും. തുടർമാനോട് പറയുവാണ്, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർമാനോട് പറയുന്ന വേഴ്സസ് 9 പറയുവാണ്, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിച്ച് കൊല്ലുകയും ചെയ്യും. എന്റെ നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പേരും കാണത്തില്ല. പ്രൈസ്, നമ്മുടെ കൂർത്തിരിക്കുന്ന ആൾക്ക് പേരെ നമ്മളെ ഇട്ടിട്ട് ഓടും. ആ ഒരു അവസ്ഥ വരും എന്ന് ബൈബിളിന്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. मैं आगे पढ़ना चाहता हूँ 7वां 8वां और 9वां वचन, क्योंकि जाति पर जाति और राज्य पर राज्य चढ़ाई करेगा और जगह जगह अकाल पड़ेंगे और भूकंप होंगे। ये सब बातें पीड़ाओं का आरंभ होंगी। 9वां वचन, तब वे क्लेश देने के लिए तुम्हें पकड़वाएंगे और तुम्हें मार डालेंगे, और मेरे नाम के कारण सब जातियों के लोग तुमसे बैर रखेंगे। बाइबल में ये बताया गया है कि हमारा साथ देने वाला, हमारे साथ खड़े रहने वाला कोई नहीं होगा। ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 10 and 11 ഇതിൽ പറയുന്നത്, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം ഭയക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ വഴിതെറ്റി. ഇതൊക്കെ സാധാരണ പ്രത്യേകതയാണ്. അത് തുടർന്നായിട്ട് പറയണം, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. मत्ती 24 का 10वां 11वां 12वां वचन, तब बहुत से ठोकर खाएंगे और एक दूसरे को पकड़वाएंगे और एक दूसरे से बैर करेंगे। बहुत से झूठे भविष्यद्वक्ता उठ खड़े होंगे और बहुतों को भरमाएंगे। अधर्म के बढ़ने से बहुतों का प्रेम ठंडा पड़ जाए। ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, നമ്മൾ കർത്താവിന്റെ വചനം കയ്യിലെടുത്തോ. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളുണ്ട്, പ്രൈസ് ദി ലോർഡ്, പ്രയാസങ്ങളുണ്ട്, ചിലപ്പോൾ അടിയും കിട്ടും. ഇതൊന്നും നമ്മൾ കർത്താവിന്റെ വചനത്തിൽ അത് എന്ന് വെച്ചാൽ സഹനമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം എന്ന് വെച്ചാൽ ചുമ്മാ എല്ലാം റെഡി ആയിട്ട് നമ്മൾ പോയിട്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നല്ല പറയുന്നത്. പ്രശ്നങ്ങളുണ്ട്. അതിന്റെ നടുവിൽ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യുന്ന കർത്താവ് പറയുന്നത്, കർത്താവിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളുണ്ടാവും. ദൈവവേല ചെയ്യുന്ന ആൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. സാധാരണ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ വിചാരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിൽ നമ്മൾ സന്തോഷിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് നമ്മളെ വിടുവിച്ച് നമ്മളെ ജയാളിയായിട്ട് നടത്തുന്നു. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. मैं एक बात आपसे कहना चाहता हूं कि अगर हमने परमेश्वर का वचन अपने हाथों में उठाया है तो समस्याएं आएंगी, परेशानियां आएंगी, मुसीबतें हमारी जिंदगी में आएंगी। ऐसा नहीं होगा कि अगर हम प्रभु के
वचन के सामने वचन का प्रचार कर रहे हैं, सेवकाई कर रहे हैं, तो सब कुछ पहले से तैयार होगा और हमारे लिए सब कुछ अच्छा होगा। समस्याएं और मुसीबतें आने वाली है, आप सोचेंगे कि हमारी जिंदगी में कोई समस्याएं नहीं, नहीं बहुत सारी समस्याएं हैं, लेकिन उन सब के बीच में भी सुरक्षित रखने का वायदा देने वाला एक प्रभु हमारे साथ है। उन समस्याओं के बीच में, मुसीबतों के बीच में जयवंत रूप से चलाने वाला परमेश्वर हमारे साथ में है। പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് എന്റെയൊക്കെ ആദ്യ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആദ്യ ഘട്ടത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. പ്രശ്നങ്ങളാതെ കർത്താവിനെ അറിഞ്ഞിട്ടില്ല, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് കർത്താവിനെ അന്ധകാരശക്തിയിൽ വിട്ട് മാറും, ഓടും. അന്ധകാരശക്തിയിൽ നമ്മളെ നോക്കുന്നത് എങ്ങനെയെങ്കിലും കണ്ണുരുട്ടിക്കാൻ നമ്മൾ പുറകോട്ട് മാറുമെന്ന് നോക്കുന്നത്. കർത്താവിന്റെ ഒരു ടച്ച് കിട്ടിയ ഒരാൾ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വചനത്തിന് ശക്തി കുറച്ചെങ്കിലും അറിഞ്ഞ ഒരാള്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഈ വചനം വിട്ടിട്ട് പോകുന്നത്, കാരണം ഈ വചനമാണ് ശക്തി, ഈ വചനമാണ് ജീവൻ നൽകുന്നത്, ഈ വചനമാണ് എല്ലാവിധ നമുക്ക് കഷ്ടങ്ങളിൽ നമ്മളെ വിടുവിക്കുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ വചനത്തിന്റെ ശക്തി അല്പമെങ്കിലും അറിഞ്ഞ ആൾക്കാർ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ പുറകോട്ട് നിങ്ങൾ നോക്കത്തില്ല. ഈ കർത്താവിന് വേണ്ടി അല്പമെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. प्रभु के वचन का प्रचार करने के शुरुआती दिनों में जब कुछ परेशानी या समस्या मेरी जिंदगी में आती, तो भी मैं पीछे नहीं हटा, क्योंकि पूरी दृढ़ता से एक निर्णय लेकर मैं आगे निकला था। अगर हम प्रभु के पीछे उस पूरे दृढ़ निर्णय के साथ में निकले हैं, अगर हमने प्रभु को चखा है, उसके प्रेम को थोड़ा सा भी चखा है, तो हम उससे दूर नहीं जाएंगे, उसके वचन को छोड़कर नहीं जाएंगे। अंधकार की ताकतें हमेशा ये कोशिश करती हैं, हमें अपने आंखों से घूर कर डराने की कोशिश करते हैं, ये देखने के लिए कि क्या हम पीछे हट जाएंगे। लेकिन अगर हमने परमेश्वर के प्रभु के प्रेम को चखा है, तो हम उसे छोड़कर नहीं जाएंगे। യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അനേകം ആൾക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പം എത്ര ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആൾക്കാർക്ക് കർത്താവിന്റെ അസൈൻമെന്റ് ഉള്ള ആൾക്കാരാണ് കുറെ ആൾക്കാർ മാറ്റപ്പെട്ട. അവരൊന്നും കർത്താവിന്റെ വേല ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് വേല ചെയ്യാതെ ഇരുന്ന കാരണം അവരെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, മുമ്പേ മാറ്റപ്പെട്ടു പോയ ഒത്തിരി ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെട്ട് നിൽക്കണം. ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം പറയുന്നു, ബുക്ക് സാം ചാപ്റ്റർ 91 പറയുന്നു, അവർ ഗോഡിൽ കർത്താവ് പറയുന്നു, വലതുവശത്തും ഇടതുവശത്തും കർത്താവ് ദൂതഗണങ്ങളെ അയച്ച് നമുക്ക് സംരക്ഷണം തരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആയിരങ്ങളും പതിനായിരങ്ങളും നമ്മുടെ വലതുവശത്ത് വീണിരിക്കാം, പക്ഷെ എങ്കിലും ഒന്നും നമ്മോട് അടുത്ത് വരത്തില്ല. കർത്താവിന്റെ വചനം നമുക്ക് പ്രൊട്ടക്ഷൻ തരും. युद्ध चल रहे हैं, बहुत से युद्ध हो रहे हैं, और युद्धों के बीच में काफी लोग मारे भी गए हैं, और उन मारे गए लोगों में बहुत सारे ऐसे लोग भी हैं जिनके ऊपर प्रभु ने जिम्मेदारी सौंपी थी, लेकिन उन्होंने अपनी जिम्मेदारी पूरी नहीं की, और अपनी जिम्मेदारी पूरी ना करने के कारण, प्रभु का काम न करने के कारण समय से पहले वो इस दुनिया से चले गए। पर हमें ऐसा नहीं बनना है, हमें पूरी सामर्थ्य के साथ, पूरे बल के साथ में परमेश्वर के काम को पूरा करना है, उसकी जिम्मेदारी को पूरा करना है। क्योंकि जैसे भजन संहिता में परमेश्वर का वचन कहता है, हमारे दाएं बाएं चाहे 1000 या 10,000 गिर सकते हैं, लेकिन वो हमारे पास नहीं आएगा, वो हमें छू नहीं पाएगा। ഞാൻ 2013 രക്ഷപ്പെട്ട് സ്ഥാനപ്പെട്ടത്. ഇത്രമാത്രം എതിർപ്പുകളുണ്ടായി. मैंने 2013 में उद्धार पाया, बपतिस्मा लिया, और काफी कुछ परेशानियां मैंने झेली। അത്രയും പേര് ഈ ലോകത്തിൽ ഒരുമിച്ച് ചേർന്ന ആൾക്കാർ പേരും കണ്ടാൽ മിണ്ടത്തില്ല, എന്താ വലിയ മഹാഭാവം ചെയ്തതല്ല. കാരണം വെച്ചാൽ അവര് നേരെ നോക്കുന്ന മിണ്ടുപേരിയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്വന്തക്കാരും മിണ്ടത്തില്ല, വീട്ടുകാരും മിണ്ടത്തില്ല, നാട്ടുകാരും മിണ്ടത്തില്ല. നമുക്കെതിരെ അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നമുക്കെതിരെ കൂടി. उस समय तक जो लोग हमेशा साथ रहते थे, वो भी मिलने पर भी बात तक नहीं करते थे। रिश्तेदारों ने बात करना बंद कर दिया, दोस्तों ने बात करना बंद कर दिया, गांव के लोगों ने बात करना बंद कर दिया, सब लोग एक साथ खिलाफ में इकट्ठे हो गए। ऐसा लग रहा था जैसे कि मैंने कोई बहुत बड़ा पाप कर दिया हो। ഇത് ഞാനൊരു മഹാഭാവം ചെയ്തിട്ടില്ല. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു. കർത്താവിന്റെ വചനം കർത്താവ് എനിക്ക് ചിരി വരുന്ന കർത്താവിന്റെ ഞാൻ എന്തെങ്കിലും മഹാഭാവം ചെയ്തിട്ടാണ് ആൾക്കാർ എന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു. വചനം പ്രസംഗിക്കുമ്പോൾ അന്ധകാര ശക്തിയുടെ സാത്താന്യ മണ്ഡലങ്ങൾ തകരുന്നു. ക്രൈസ്തലോൺ നമുക്കെതിരായി നിൽക്കുന്ന അവരല്ല നമുക്കെതിരായിട്ട് നിൽക്കുന്നത്. നമുക്കെതിരായിട്ട് നിൽക്കാന്ന് വിചാരിച്ച് നമ്മൾ അവർക്കെതിരെ കയ്പ് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ സാത്താന്യ വിജയം വന്ന് അവരല്ല അത് ചെയ്യുന്നത്. അവരിലൂടെ അന്ധകാര ശക്തികളാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഈ അന്ധകാര ശക്തിയുടെ മേലെ തകർത്ത് കളയാനുള്ള അധികാരവും നമുക്ക് തന്നിരിക്കുന്നത്, ഈ വാക്കത്തിൽ തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അധികാരം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിലെ പ്രതിസന്ധികളെല്ലാം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത്. मैंने कोई महापाप नहीं किया है, मैं कोई महापाप नहीं कर रहा हूँ, मैं परमेश्वर का वचन सुनाता हूँ, उसका सुसमाचार सुनाता हूँ, और जब मैं सुसमाचार सुनाता हूँ तो अंधकार की ताकतें टूट जाती है, उसके गढ़ ढह जाते हैं। और इसीलिए अंधकार की ताकतें लोगों के माध्यम से मेरे खिलाफ, हमारे खिलाफ काम करती है। ये लोग काम नहीं कर रहे हैं हमारे खिलाफ। अंधकार की ताकतें
हमारे खिलाफ उनको भड़का रही हैं, उनसे काम करवा रही है। अगर हमारे मन में भी उनके खिलाफ कड़वाहट आ गई तो शैतान जीत जाएगा। और जब हम प्रभु की सामर्थ्य में सुसमाचार की सेवकाई में बने रहते हैं तो अंधकार की ताकतें हारती जाएंगी और परमेश्वर हमें जयवंत तरीके से आगे बढ़ाता जाएगा। നമുക്കറിയാം പഴയ നിയമത്തിൽ നമുക്ക് ഇസ്രായേൽ ജനം ഈജിപ്തിൽ പുറത്തു വന്നപ്പോൾ കർത്താവ് അവരെ സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. അവർക്കിപ്പം അവര് ജോലി ചെയ്തൊന്നും പിന്നെ അത് അധ്വാനിക്കുന്നതിന് മുമ്പായിട്ട് മരുഭൂമിയിൽ കർത്താവ് അവരെ പരിപാലിച്ചു, മന്ന കൊടുത്തു, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. കർത്താവ് അവരെ പരിപാലിച്ചുകൊണ്ടിരുന്നു. हम जानते हैं इसराइलियों को मिस्र में से निकालने के बाद में अपनी मेहनत करके कमाने खाने से पहले परमेश्वर ने उनकी देखभाल की, उनको मन्ना दिया, खाने को भोजन दिया, पानी पिलाया, प्रभु ने उनकी देखभाल की। തുടർന്നായിട്ട് നമുക്കറിയാം അവര് പിന്നീട് അത് ജോഷുവയുടെ കാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തം പിന്നെ അവരെ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവര് അവർക്ക് പ്രോമിസ്ഡ് ലാൻഡ് അവര് കൈവശമാക്കാൻ വേണ്ടി അവര് എന്ത് ചെയ്തു? കർത്താവ് ചുമ്മാ എടുത്ത് കൊടുക്കുകയല്ല ചെയ്തേ, അവർ ഫൈറ്റ് ചെയ്തിട്ടാണ് മേടിച്ചത്. രാജ്യങ്ങളെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തി, അവരെ ബലവാന്മാരെ എല്ലാം ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തിയാണ് ആ പ്രോമിസ്ഡ് ലാൻഡ് അവരെ കൈവശപ്പെടുത്തി. और उसके बाद आगे हम देखते हैं यहोशू के समय में परमेश्वर उनको जो वायदा, कनान का वायदा जो दिया था, परमेश्वर उनको ऐसे ही आराम से नहीं दे देता है। उनको लड़ना पड़ता है, युद्ध जीतने पड़ते हैं, बलवान लोगों को हरा कर अपने वायदे की जमीन पर कब्जा करना पड़ता है। ഇതിൽ കർത്താവ് പറയുന്നു, ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24:13 പറയുന്നു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കും രക്ഷപ്പെടും. मत्ती 24 के 13वें वचन में लिखा है, परंतु जो अंत तक धीरज धरे रहेगा उसी का उद्धार होगा। അപ്പൊ അതാണ് പറഞ്ഞത്, നമുക്ക് ഇസ്രായേൽ ജനം ഫൈറ്റ് ചെയ്ത് പ്രോമിസ് ലാൻഡ് മേടിച്ചെടുത്ത പോലെ തന്നെ അവര് ഫൈറ്റ് ചെയ്യുന്ന കർത്താവിന്റെ കരം കൊണ്ടാണ് കിട്ടിയത്. പ്രൈസ് ലോർഡ്. പക്ഷെ അവര് ശക്തി, അവർ എഫോർട്ട് എടുത്തു. ഇത് പുതിയ നിയമത്തിൽ നമ്മൾ എഫോർട്ട് എടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ദിവസം അന്ധകാഴ്ചയ്ക്ക് നമ്മളെ തകർത്തെറിയണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രൈസ് യുദ്ധങ്ങൾ വരും, ക്ഷാമങ്ങൾ വരും. കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ പ്രൈസ് ലോർഡ് യേശുക്രിസ്തുവിന്റെ വചനം എടുത്ത് നമുക്കെതിരെ വരുന്ന അന്ധകാഴ്ചയ്ക്കുന്ന പ്രവർത്തനത്തെ എല്ലാം നമുക്ക് ഓവർകം ചെയ്യാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. इसराइलियों ने जैसे युद्ध करके अपने वायदे की जमीन पर कब्जा किया, युद्ध उन्होंने किया लेकिन परमेश्वर ने उनको विजय दी। तो उन्होंने मेहनत की, उन्होंने कोशिश की। बिल्कुल उसी तरह से हमें भी मेहनत करनी है, नए नियम में कोशिश करनी है और परमेश्वर के नाम से अंधकार की ताकतों को हराना है, उनकी ताकतों को, उनके कामों को निष्फल करना है। और जब हम परमेश्वर की उपस्थिति में परमेश्वर के नाम से ही करते हैं तो परमेश्वर ने हमें अधिकार दिया है, अंधकार की ताकतों को कुचलने का, अपने पैरों तले रौंदने का अधिकार दिया है और उस अधिकार का इस्तेमाल करते हुए हमें युद्ध लड़ना है। അപ്പൊ ഇപ്പൊ കർത്താവിന്റെ വേല ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പ്രോസിക്യൂഷൻ വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോസിക്യൂഷൻ വരും. ചിലപ്പോൾ നമ്മൾ ജയിലിൽ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോയ ഒത്തിരി ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് ജയിലിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ ഒത്തിരി പീഡകൾ വരും. പക്ഷെ ഇതിൽ നിന്നെല്ലാം വിട്ടിട്ട് നമ്മൾ കർത്താവിന്റെ വചനം ഉപേക്ഷിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് എങ്കിലും കർത്താവ് പറയുവാണ്, ഇതെല്ലാം ഉണ്ടായാലും ഇന്ന മധ്യത്തിലും ഞാൻ നിന്നെ സംരക്ഷിക്കും. ഐ വിൽ പ്രൊട്ടക്ട് യു. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിൽ രക്ഷിച്ച ദൈവമാണ് നമ്മളെ. അപ്പൊ പൗലോസിനെ രക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോസ്തലൻ പീറ്ററിനെ നമുക്കറിയാം. അപ്പോസ്തലൻ പ്രവൃത്തി 12 അധ്യായം കാരാഗ്രഹത്തിൽ കർത്താവ് രക്ഷിച്ചു. ആ ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നാണ് വചനത്തിനകത്ത് പറയുന്നത്. जब हम सेवकाई करते हैं तो हमारी जिंदगी में सताव आ सकते हैं, हो सकता है जेल भी जाना पड़े। बाइबल में हम देखते हैं प्रेरित पौलुस जेल में, बंदी गृह में बंद कर दिया जाता है, लेकिन उन सब के बीच में परमेश्वर छुड़ाता है, बचाता है। प्रेरित पौलुस को भी परमेश्वर बंदी गृह में से छुड़ाकर बाहर लाता है। अगर ये सब हम छोड़ दें तो ये सब कुछ हमारी जिंदगी में नहीं आएगा। सेवकाई छोड़ दें तो ऐसा कुछ भी हमारी जिंदगी में नहीं आएगा, लेकिन उन सब के बीच में प्रभु हमें सुरक्षा देने का, हमें बचाने का, हमें सुरक्षित बाहर लाने का वायदा देता है। കർത്താവിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഫറിംഗ് ഇല്ലാതെ ഗ്ലോറി ഇല്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ സഫറിങ്ങിലൂടെയാണ് നമുക്ക് ഗ്ലോറി കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലിന്റെ കാരാഗ്രഹത്തെ വാസത്തിലൂടെയാണ് കർത്താവിന്റെ വെളിപാട് അപ്പോസ്തലൻ പൗലോസിന് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. പത്മോസി യോഹന്നാന് വെളിപാട് കിട്ടിയത് ആ വലിയ സഫറിങ്ങിലൂടെയാണ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. സഫറിംഗ് ഇല്ലാതെ കർത്താവിന്റെ വചനം സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. अगर हम परमेश्वर के वचन को देखें तो कष्टों के बिना कोई महिमा नहीं है। यीशु मसीह को कष्ट के बाद ही महिमा मिली थी। प्रेरित पौलुस को हम देखते हैं, बंदी गृह की यातना परेशानी झेलने के बाद ही परमेश्वर का वचन उस तक पहुंचता है। और प्रेरित यूहन्ना को जो प्रकाशन मिलता है वो भी मुसीबतें झेलने के बाद ही मिलता है। तो बिना पीड़ा के, बिना कष्टों के महिमा नहीं मिल सकती। ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ ദിവസം എടുത്തു. ഇനി അധികം വർഷങ്ങളൊന്നുമില്ല. പ്രൈസ് അത് എന്നാന്ന് അറിയത്തില്ല. പക്ഷെ ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞു. പ്രൈസിലോട് നമ്മളിപ്പം ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മൊത്തം നോക്കുവാണെങ്കിൽ ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞു. ഇനി യുദ്ധങ്ങളൊന്നും കുറയത്തൊന്നുമില്ല.
യുദ്ധങ്ങൾ കൂടുകയുള്ളൂ, പ്രൈസ്, ക്ഷാമങ്ങൾ കൂടുകയുള്ളൂ, പ്രൈസ്. അതേപോലെ തന്നെ അപ്പം മഹാമാരികൾ വരും. ഇതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തെത്തിക്കഴിഞ്ഞു. मैं एक बात आपसे कहना चाहता हूं कि प्रभु का दूसरा आगमन बिल्कुल निकट आ गया है। अब उसमें ज्यादा साल नहीं है, कुछ ही समय है। कब होगा पता नहीं है, लेकिन वो बहुत जल्द होने वाला है। युद्ध हो रहे हैं, युद्ध बढ़ते जाएंगे, अकाल बढ़ते जाएंगे, महामारियां आती जाएंगी, ये सब कुछ होता जाएगा। क्यों? क्योंकि यीशु मसीह का दूसरा आगमन बिल्कुल निकट आ गया है। ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ കർത്താവിന്റെ വചനം നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആൾക്കാർ പിന്നെ കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ ആരുടെങ്കിലും ജീവിതത്തിൽ കർത്താവ് എന്തിനും ടെസ്റ്റ് മണി ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മളത് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. വചനങ്ങളെ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കർത്താവിന്റെ കർത്താവിനെ കുറിച്ച് പരിജ്ഞാനത്തെ വളരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വ്യാജ പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. നമ്മൾ വഴിതെറ്റി പോകത്തില്ല. പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മാനേജ് ചെയ്യാനുള്ള ശക്തി കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാണ് നമുക്ക് കിട്ടും. इन सारी समस्याओं के बीच में अगर हमें स्थिर रहना है तो परमेश्वर का वचन पढ़ना हमारे लिए जरूरी है। अगर मैं अपनी बात बताऊं तो किसी की जिंदगी में परमेश्वर ने कोई काम किया, उसकी गवाही सुनना हमारे लिए अच्छा है। हमें वचन पर मनन करना है, परमेश्वर के ज्ञान में हमें बढ़ते जाना है। केवल तभी हम इन मुसीबतों के बीच में, समस्याओं के बीच में हम स्थिर रह पाएंगे और उसके साथ आगे बढ़ पाएंगे। അതാണ് പറഞ്ഞത്. ഈ യോഹന്നാനാണ് കർത്താവ് നമുക്ക് വെളിപാടിനെ കുറിച്ച് കർത്താവിന്റെ വരവിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും യോഹന്നാൻ കർത്താവ് വെളിപാട് കൊടുത്തു. യോഹന്നാൻ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ്, യാക്കോ, യോഹന്നാൻ 3 ശിഷ്യന്മാരായിരുന്നു കർത്താവിന്റെ ഇന്നർ ചേംബറിലുള്ളത്. കർത്താവിന്റെ കർത്താവ് ട്രാൻസ്ഫിഗറേഷൻ ആയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ആ സമയത്ത് പത്രോസ്, യാക്കോ, യോഹന്നാനെ കർത്താവ് ഒരുമിച്ച് കൂടത്തിൽ കൊണ്ടുപോയത്. കർത്താവിന്റെ റെവലേഷൻ കർത്താവ് കൊടുത്തത് യോഹന്നാനാണ്. എന്റെ അന്ത്യനാളെ കുറിച്ച് റെവലേഷൻ കൊടുത്തു. पतरस, याकूब और यूहन्ना को हम देखते हैं कि वो यीशु मसीह के अंदरूनी बहुत नजदीकी चेले थे। और जब यीशु मसीह का रूपांतरण होता है, वो इसी पतरस, याकूब और यूहन्ना को अपने साथ लेकर जाता है। और हम देखते हैं यूहन्ना यीशु से बहुत प्रेम करने वाला था। उस यूहन्ना को प्रभु यीशु मसीह ने अंत के दिनों में होने वाली घटनाओं के बारे में प्रकाशन दिया था। ഇതാണ് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സസ് 7 and 8 ഇതിൽ പറയുവാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സസ് 7 and 8 ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറയുവാണ്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് സർവ്വശക്തിയുള്ള കർത്താവാണ് നമ്മുടെ ദൈവം. കർത്താവ് വരുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ബൈബിളിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. प्रकाशित वाक्य 1 के 7 और 8 में, देखो वह बादलों के साथ आने वाला है और हर एक आंख उसे देखेगी, वरन जितनों ने उसे बेधा था वे भी उसे देखेंगे, और पृथ्वी के सारे कुल उसके कारण छाती पीटेंगे। और प्रभु के बारे में लिखा है कि हमारा प्रभु परमेश्वर जो है और जो था, जो आने वाला है, वो सर्वशक्तिमान है। ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സസ് 18 ഇതിൽ പറയുവാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവിന് അതോറിറ്റി ഉണ്ട്. അതോറിറ്റി ഓവർ ദ ഹെൽ ആൻഡ് ദ ഹെവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം എന്ന് കഴിഞ്ഞാൽ എല്ലാ ലോകത്തിന്റെ എല്ലാത്തിന്റെയും മേൽ അധികാരമുള്ള വ്യക്തിയാണ്. ഒരാളെ നരകത്തിലേക്ക് വിടുവാനും സ്വർഗത്തിലേക്ക് കയറ്റുവാനും അധികാരമുള്ള വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. प्रकाशित वाक्य 1 के 18 में लिखा है, मैं मर गया था और अब देख मैं युगानुयुग जीवित हूं, और मृत्यु और अधोलोक की कुंजियां मेरे ही पास है। हमारा प्रभु अधिकार रखने वाला परमेश्वर, उसके पास स्वर्ग और नरक दोनों का अधिकार है। हमारे प्रभु के पास ये अधिकार है कि वो किसको स्वर्ग में भेजे और किसको नरक में भेजे, उसकी कुंजियां प्रभु के हाथ में है। അതാണ് ബുക്ക് ഓഫ് റെവലേഷൻ 2 വേഴ്സസ് 10. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 10 ഇതിൽ പറയുവാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം നിനക്ക് തരും. प्रकाशित वाक्य 2 के 10 में लिखा है, जो दुख तुझको झेलने होंगे उनसे मत डर, क्योंकि देखो शैतान तुम में से कुछ को जेल खाने में डालने पर है, ताकि तुम परखे जाओ, और तुम्हें 10 दिन तक क्लेश उठाना पड़ेगा। प्राण देने तक विश्वासी रहे तो मैं तुझे जीवन का मुकुट दूंगा।
നമ്മളെല്ലാം വിശ്വസ്തയോട് കൂടി ദൈവവേല ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ദിവസം പ്രത്യേകിച്ച് എൻഡ് ടൈമിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, വിശ്വസ്തയോട് കൂടി കണ്ടിന്യൂസ് ആയിട്ട് ദൈവവേല ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. प्रभु ये चाहता है कि हम सब लोग वफादारी के साथ में परमेश्वर की सेवा करें। खास तौर से इन अंत के दिनों में वो ये चाहता है कि हम पूरी वफादारी के साथ लगातार उसकी सेवा में लगे रहें। പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവവേല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാവും. ഞാനൊക്കെ സ്ട്രീറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ എത്രമാത്രം ഉപദ്രവിച്ചാല് അവര് ഉപദ്രവിക്കുന്ന വെച്ചാൽ ദേഹോദ്രവമല്ല, അവര് ഭക്ഷണമൊക്കെ എടുത്ത് മേത്തോട്ട് എറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാനായിട്ട് പോയിട്ടില്ല. കർത്താവിന്റെ വചനം പ്രസംഗിക്കേണ്ട ചില സ്ഥലങ്ങളിലൊക്കെ ഉപദ്രവങ്ങളുണ്ടായി. പക്ഷെ അതൊന്നും ഞാൻ ആരെയും മൈൻഡ് ചെയ്യാനും പിടിക്കാനായിട്ടൊന്നും. അത്ര പേര് രക്ഷിക്കപ്പെട്ടു, 1000 ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. 10ഓളം പേർക്ക് സ്നാനം കൊടുക്കാനായിട്ട് ഇടവന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതും ജാതികളായ ആൾക്കാർ സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പം അത് കർത്താവിന്റെ നമുക്ക് ഉപദ്രവങ്ങൾ വരുത്തുന്ന അന്ധകാശത്തിൽ ഇത് കാണും നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പിന്നെ സാത്താനിക ലോകത്തിന് അവർ ഈ നരകത്തിലെ ആത്മാക്കൾ കുറയുക. കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അതാണ് നരകത്തിലെ ആത്മാക്കൾ കുറഞ്ഞ് സ്വർഗരാജ്യം വികസിക്കുകയാണ് ചെയ്യുന്നത്. जब हम परमेश्वर के वचन का प्रचार करते हैं तो हमारे ऊपर सताव आता है। मैं भी जब प्रचार करने के लिए सड़कों पर जाता हूँ तो मेरे साथ भी कई बार परेशानी होती है। मारपीट नहीं, लेकिन लोग कई बार अपना खाना उठाकर मुझ पर फेंक देते हैं, पर मैं उन सारी बातों पर ध्यान नहीं देता, क्योंकि हम सुसमाचार का प्रचार जब करते हैं तो अंधकार की ताकतों को परेशानी होती है। हम जब सुसमाचार सुनाते हैं तो नरक खाली होता जाता है, यानी उसमें से लोग बचते जाते हैं। इसीलिए शैतानी ताकतें हमारे खिलाफ काम करती हैं, पर मैं उन सारी बातों पर ध्यान नहीं देता हूँ। അതുകൊണ്ട് തന്നെ സാത്താനി വേൾഡ് മൊത്തം നമുക്കെതിരായിട്ട് തിരിയും. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരാത്മാക്കള് നമ്മളിലൂടെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗരാജ്യം മൊത്തം സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതാണ്. അപ്പം അങ്ങനെ നമ്മൾ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിച്ച് ഒരാത്മാക്കൾ കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വർഗം മൊത്തം സന്തോഷിക്കുകയാണ്. അപ്പം നമ്മളെ തറക്കാണ്ട് അന്ധകാര ശക്തികൾ നമ്മുടെ പുറകെ കൂടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതലോടെ ഇരുന്ന് കർത്താവിന്റെ വചനത്തിൽ പരിജ്ഞാനത്തിൽ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു ഈ അന്ത്യകാലത്ത്. शैतानी जगत इसीलिए हमारे खिलाफ काम करता है, क्योंकि जब हम किसी एक व्यक्ति को विश्वास में लेकर आते हैं तो स्वर्ग में आनंद होता है, और उस एक व्यक्ति के कारण जब स्वर्ग में आनंद होता है, जब हम उस सेवकाई में लगे रहते हैं तो शैतानी जगत हमारे पीछे पड़ा रहता है, हमें पीछे खींचने के लिए, गिराने के लिए पूरी कोशिश करता है। इसीलिए इन अंत के दिनों में हमें सावधानी से प्रभु की उपस्थिति में बने रहना, उसके ज्ञान में बढ़ते जाना। അനേകം ആൾക്കാർ പറഞ്ഞു സ്വർഗരാജ്യം ഒരു കുഴപ്പമില്ല, നമ്മൾക്ക് എങ്ങനെയൊക്കെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം. അങ്ങനെ അതൊന്നും അല്ല. അതൊക്കെ തെറ്റായ ടീച്ചിങ് ആണ്. ബൈബിളിന്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. We have to live according to the commandment of the Lord. We have to follow the commandment of the Lord. Praise the Lord. बहुत से लोग ये कहते हैं कि हम किसी भी तरह से जी सकते हैं, हम कैसे भी जीकर हम स्वर्ग में जा सकते हैं, लेकिन वो सही नहीं है, वो गलत है। बाइबल के अनुसार बाइबल के अंदर साफ-साफ कायदे कानून लिखे हैं। हमें प्रभु की आज्ञाओं को मानना है, उसकी व्यवस्था को मानना हमारे लिए जरूरी है। Book of Ephesians chapter 5 verses 5 ഇതിൽ പറയുവാണ്, ദുർനടപ്പുകാർ, അശുദ്ധൻ, വിഗ്രഹാരാധ്യ, ദിവ്യാഗ്രഹി ഇവർക്കും ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. Book of Ephesians chapter 5 and 5. Praise the Lord. Hallelujah. इफिसियों 5:5 में लिखा है, क्योंकि तुम ये जानते हो कि किसी व्यभिचारी या अशुद्ध जन या लोभी मनुष्य की जो मूर्ति पूजक के बराबर है, मसीह और परमेश्वर के राज्य में मिरास नहीं। അതുകൊണ്ട് തന്നെ നമ്മള് എത്രമാത്രം കർത്താവിന്റെ വചനത്തിൽ പരിജ്ഞാനമുള്ളവരായിട്ട് ഇന്ന് അനേകം ആൾക്കാർ, നമുക്ക് അനുഗ്രഹം വേണം, സമ്പത്ത് വേണം, പക്ഷെ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ ലോകത്തിന്റെ രീതിയിൽ ജീവിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് കർത്താവിന് എല്ലാ കാര്യം മേടിച്ചെടുക്കാണ്ട് ശ്രമിക്കുന്നു. അതാണ് അനേകം ആൾക്കാർ ശ്രമിക്കുന്നത്. അതല്ല റോങ് ടീച്ചിങ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ ഭാഗം നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കണം. നമ്മുടെ ഭാഗം ക്രമപ്പെടുത്താത്തോളം കാലം നമ്മൾ കർത്താവിന് ഒരിക്കലും നമ്മൾ കർത്താവിന്റെ അടുത്ത് നമുക്ക് തിരുമുമ്പിൽ നമുക്ക് ശ്രേഷ്ഠമായിട്ട് നമുക്ക് മുമ്പിൽ പോയി നിൽക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. We have to repent our sins. We have to come out from our sinful life. Praise the Lord. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കർത്താവിലേക്ക് നമ്മൾ തിരിഞ്ഞു വരേണ്ടിയിരിക്കുന്നു ഈ അന്ത്യകാലത്ത്. आज बहुत से लोग प्रभु से आशीष चाहते हैं, अनुग्रह चाहते हैं, और प्रभु की सेवा नहीं करना चाहते हैं। अपनी मर्जी से दुनिया के तौर तरीकों से जीना चाहते हैं और प्रभु की आशीषों को पाना चाहते हैं, लेकिन ऐसा नहीं हो सकता। वो एक गलत शिक्षा, वो एक गलत तरीका है। इन अंत के दिनों में हमारे लिए जरूरी है कि हम अपना हिस्सा, अपनी जिंदगी को सही करें। हमारे लिए मन फिराना, प्रभु की ओर वापस लौटना, उसके वचन के अनुसार जीना जरूरी है। Book of Galatians chapter 3 verse 13 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്,
കർത്താവ് എന്ന് വെച്ചാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് അനേക ആൾക്കാർ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് നമ്മൾ ദുഃഖിച്ച് ഇരിക്കുന്നു. കർത്താവിന്റെ വേല ചെയ്യാതെ നമ്മൾ മടിച്ചിരിക്കുന്നു. മറ്റുള്ളവർ കാണും, മറ്റുള്ള കർത്താവിന്റെ വചനം പ്രസംഗിക്കുക എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ ഈ അന്ധകാരശക്തികൾ നമ്മുടെ മനസ്സിൽ പറയുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിലേക്ക് വന്ന ആൾക്കാർ, വി ആർ ദ ന്യൂ ക്രിയേഷൻ, നമ്മൾ പുതിയൊരു സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി. കർത്താവിൽ ആയിരിക്കുന്ന ആൾക്കാർ, കർത്താവ് കഴിഞ്ഞ കാര്യങ്ങളൊന്നും കർത്താവ് നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം രാജകീയ പുരോഹിത വംശമാണ്. നമ്മൾ റിപ്പന്റ് ചെയ്ത് യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ. गलातियों 3:13 में लिखा है, मसीह जो हमारे लिए शापित बना, उसने हमें मोल लेकर व्यवस्था के शाप से छुड़ाया। आज बहुत से लोग हैं जो पुरानी बातों को याद करते हुए, सेवकाई से अपने आप को दूर किए हुए, प्रभु के कामों से अपने आप को दूर किए हुए दुख में जिंदगी बिता रहे हैं। लेकिन मैं आपसे कहना चाहता हूं, हम जो मसीह में आ गए हैं, हम एक नई सृष्टि है। हम अगर प्रभु में आ जाते हैं, मन फिराते हैं, अपने कामों से मन फिराते हैं, प्रभु पर विश्वास करते हैं, तो हम नई सृष्टि है और हम याजकों का एक समूह बन गए हैं। നമ്മളൊക്കെ ഇന്ന് രക്ഷിക്കപ്പെട്ട ആൾക്കാരാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുള്ള ആൾക്കാർക്ക് മിനിമം 1,00,000 ആൾക്കാർ, ഞാൻ പറയുവാണ്, 1,00,000 ആൾക്കാരുടെ മുമ്പിൽ കർത്താവിന്റെ വചനം നമ്മൾ മിനിമം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്ത് എത്ര കോടി ആൾക്കാരുണ്ട്? 8 ബില്യൺ ആൾക്കാർ ഒത്തിരി പേരെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ മിനിമം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം 1,00,000 ആൾക്കാർ മിനിമം ആയിട്ട് preach the gospel in front of minimum 100,000 people. Just I am saying, that one according to the inspiration of the Holy Spirit right now. Praise the Lord. നമ്മൾ ചുമ്മാതെ വീട്ടിൽ ഇരിക്കരുത്. end time revival കർത്താവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. हम लोग जो विश्वास करते हैं, हमने जो उद्धार पाया है, बपतिस्मा लिया, मैं अपने कहना चाहता हूं कि हमें कम से कम पवित्र आत्मा की अगुवाई में मैं ये कहना चाहता हूं कि हमें कम से कम 1 लाख लोगों तक सुसमाचार को पहुंचाना चाहिए। और दुनिया में कितने सारे लोग हैं, खरबों लोग इस दुनिया के अंदर हैं, और हमें इन अंत के दिनों में चुपचाप नहीं बैठना है, खाली नहीं बैठना है। कम से कम 1 लाख लोगों को हमें प्रभु का सुसमाचार सुनाना है। ഇന്ന് കർത്താവിന് അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് നമ്മൾ എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അനുഗ്രഹം കിട്ടാനായിട്ട് ഒരേ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോവാണ്. അനേകം രക്ഷിക്കപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ ദേവദാസന്മാരെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുവാണ്, അപ്പൊ ഞാനെന്ത്, എന്നെ കുറിച്ചുള്ള വെളി എന്ത്, എന്റെ കോളിങ് എന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കോളിങ് ബൈബിളിന്റെ അകത്ത് ഇങ്ങനെ വെണ്ടയ്ക്ക മുഴുവൻ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒത്തിരി വലിയ അക്ഷരത്തിൽ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മാത്യു ചാപ്റ്റർ 28:18 ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ ഓവർ ദ നേഷൻസ്. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കുള്ള ഡ്യൂട്ടിയാണ് കർത്താവ് തന്നിരിക്കുന്ന ഈ എന്റെ ടൈമിൽ. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ആൾക്കാർ എല്ലാവരും ഈ കർത്താവിന്റെ പ്രോമിസ് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. आज बहुत से लोग उद्धार पाए हुए, बपतिस्मा लिए हुए लोग, बहुत से लोग परमेश्वर के दासों के पास में जाकर पूछते हैं कि मेरी बुलाहट क्या है, परमेश्वर मुझसे क्या चाहता है। और मैं ये कहना चाहता हूँ कि परमेश्वर के वचन में बड़े बड़े अक्षरों में साफ साफ लिखा है कि मेरी और आपकी बुलाहट क्या है। मत्ती 28:18 में परमेश्वर का वचन कहता है, तुम जाओ और सारी जातियों के लोगों को सुसमाचार सुनाओ, वो मेरी और आपकी बुलाहट है। റോമൻ ചാപ്റ്റർ 10:8 ഇതിൽ പറയുവാണ്, റോമക്കാരുടെ ലേഖനം 10:8 പറഞ്ഞ വചനം നമുക്ക് സമീപമായി നമ്മുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. അത് നമ്മൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ വചനം അധരത്തിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. ദ ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായി യേശു ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. നമ്മൾ ഇനി ചോദിക്കേണ്ട കാര്യം, കർത്താവിന്റെ പരിജ്ഞാനത്തിൽ വളർന്ന് നമ്മൾ കർത്താവിന് വേണ്ടി ഏത് രീതി വേല ചെയ്യണമെന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കണം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തരിക തന്നെ ചെയ്യും. रोमियो 10:8 में लिखा है, वचन तेरे निकट है, तेरे मुंह में और तेरे मन में है। परमेश्वर का वचन हमारे अंदर है, हमारे मुंह में और हमारे मन में है। मसीह जो महिमा की आशा है वो हमारे अंदर रहता है। तो हमें क्या करना है, हम प्रभु से पूछें कि वो हमसे क्या चाहता है, तो वो हमें बताएगा, सीधा हमें बताएगा कि वो हमसे क्या चाहता है और हमें क्या करना है। നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എന്റെ ടൈമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുന്നത് വിചാരിച്ച് നമ്മൾ വീട്ടിൽ ഇരിക്കരുത്. കർത്താവിന്റെ വചനം അങ്ങനെ അനേകം ആൾക്കാർ പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കാം. നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കാനൊന്നും പോയി കഴിഞ്ഞാൽ എത്ര സമയം, എത്ര വർഷങ്ങൾ പഠിച്ച കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഇടയിലും നമ്മുടെ ദൈവവേല ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. अगर हम ये सोचकर चुपचाप बैठ जाएं कि अगर हम सुसमाचार सुनाने के लिए जाएंगे, प्रचार करने जाएंगे तो परेशानियां, मुसीबतें आएंगी, और फिर अगर हम उसको रोक देते हैं तो वो सही नहीं है। अंत के समय में परेशानियां, मुसीबतें आएंगी। कुछ लोग ये कहते हैं कि मैं बाइबल स्कूल में, बाइबल कॉलेज में जाकर पढ़ाई करूंगा, उसके बाद सुसमाचार करूंगा। हाँ, आप पढ़ सकते हैं, लेकिन कितने साल उसमें लग जाएंगे। अच्छा है, आप पढ़ सकते हैं, लेकिन उसके बीच में भी जब भी आपको मौका मिलता है, आपको परमेश्वर का वचन सुनाना है। അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിമണിയാണ്.
യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ഞാൻ പറഞ്ഞു 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ആത്മഹത്യ ചെയ്യാൻ പോയ വ്യക്തിയാണ്. പ്രൈസലോ കർത്താവിനെ അറിഞ്ഞ ഒറ്റ കാരണത്താല് ഇന്ന് കർത്താവിന്റെ വചനം സന്തോഷത്തോടെ പ്രഘോഷിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. ഇതാണ് ടെസ്റ്റ് മണി. പ്രൈസലോ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇത് നമ്മൾ മറ്റുള്ളവർ യേശു ക്രിസ്തുവിനെ വിടുവിച്ചു എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ ഇതാണ് സുവിശേഷം. ഇതിലൂടെ അവർക്ക് മറ്റുള്ളവർ കർത്താവിനെ അറിയും. ഇങ്ങനെയാണ് അപ്പോസ്തലൻ പോളും പൗലോസും അതിലെ പത്രോസും അനേകം ആൾക്കാര് ശിഷ്യന്മാരെല്ലാവരും പ്രൈസ് സമരിയ പട്ടണത്തിൽ, ജെറുസലേമില്, പ്രൈസ് സമരിയ, യൂദയ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ടെസ്റ്റ് മണി അവർ പ്രസംഗിച്ചത്. അതാണ് ദൈവവചനം. परमेश्वर का वचन सुनाना वो क्या है, वो हमारी गवाही है। और मैं अपने बारे में अगर कहूं तो 2013 में मैंने जब उद्धार पाया, मैं उससे पहले मैं आत्महत्या करने की सोच कर बैठा हुआ व्यक्ति था, लेकिन परमेश्वर ने मुझे बचाया और आज मैं परमेश्वर की अनुग्रह से उसके वचन को सुना रहा हूं, अपनी गवाही में लोगों को बता रहा हूं। यही काम प्रेरितों ने किया। वो यहूदिया में, सामरिया में, यरूशलेम में हर जगह अपनी गवाही को सुनाते हैं और उनके द्वारा बहुत से लोग विश्वास करते हैं। तो अपनी गवाही को सुनाना, आपकी जिंदगी में भी शायद परमेश्वर ने आपको कुछ परेशानियों से, बीमारियों से, मुसीबतों से छुड़ाया हो गया, तो वो आप गवाही दे सकते हैं। वो आपके लिए सुसमाचार की सेवकाई है। രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്റെ ടൈമില് നമ്മളിവിടെ കർത്താവിന് മറ്റുള്ളവരെ അറിയണമെങ്കിൽ നമ്മള് ദൈവമക്കളാണെന്ന് മറ്റുള്ളവരെ അറിയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവമക്കളാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വി ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയണം. നമ്മൾ ഞാനൊരു പാസ്റ്ററാണെന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. ഞാൻ എവിടെ പോയിരുന്നാലും ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ബസ്സിലാണെങ്കിലും, കാറി വണ്ടി യാത്ര ചെയ്യുവാണെങ്കിലും, സ്ട്രീറ്റിലാണെങ്കിലും, ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ആം ദ പാസ്റ്റർ, ഐ ആം ദ ഇവാഞ്ചലിസ്റ്റ്, ഐ ആം അപ്പോയിന്റഡ് ഫ്രം ദ ഹെവൻ ടു പ്രീച്ച് ദ ഗോസ്പൽ. ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ മറ്റുള്ളവർ അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ നമ്മൾ കർത്താവിനെ പറ്റി പറയും. അങ്ങനെ അവർ രക്ഷിക്കപ്പെടും, സ്നാനപ്പെടാനായിട്ട് ഇടയാവുന്നു. ഒത്തിരി പേര് രക്ഷിക്കപ്പെടാൻ സ്നാനപ്പെടാനായിട്ട് ഇടവന്നു. तो इन अंत के दिनों में अगर हमें सुसमाचार दूसरों तक पहुंचाना है, तो एक बात जो मैं बताना चाहता हूँ वो ये है कि दूसरों को पता होना चाहिए कि हम प्रभु पर विश्वास करते हैं, हमने उद्धार पाया, हमने बपतिस्मा लिया, हम प्रभु की सेवा करने वाले लोग हैं। मैं जहां पर भी होता हूँ, जहां पर भी जाता हूँ, मैं बताता हूँ दूसरों को कि मैं एक पास्टर हूँ, मैं सेवकाई करने वाला हूँ, मैं सुसमाचारक हूँ। चाहे मैं बस में हूँ, चाहे मैं कार में यात्रा कर रहा हूँ, कहीं सड़क पर जा रहा हूँ, हर जगह मैं परमेश्वर का बच्चा हूँ, मैं परमेश्वर का दास हूँ, मैं उसकी सेवकाई करने वाला व्यक्ति हूँ। जब मैं इस तरह से हम बताते हैं दूसरों को, वो लोग हमसे पूछते हैं, हमें गवाही बताने का, सुसमाचार सुनाने का मौका मिलता है। ഞാൻ എന്റെ ടെസ്റ്റിമണി പറയാൻ തന്നിക്കാരും അനേകം ആൾക്കാർ കർത്താവിന്റെ വചനത്തിൽ പരിജ്ഞാനമില്ല, ഞാൻ എങ്ങനെ പ്രസംഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് തന്നെ ഒരു എന്ന് പറഞ്ഞാല് കർത്താവിന്റെ കൃപയല്ലേ. പ്രൈസല്ലോ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എത്ര പേര് നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയി. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ കർത്താവിനെ രക്ഷപ്പെടുത്തിയില്ലേ. പ്രൈസല്ലോ. ഈ കോവിഡ് സമയത്ത് അനേക പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കർത്താവ് നിങ്ങളെ സംരക്ഷിച്ചില്ലേ. പ്രൈസല്ലോ. ഇന്നും കർത്താവ് ഇന്ന് ഒരു കുഴപ്പം കൂടാതെ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളോടൊപ്പം ആയിരുന്ന ആൾക്കാർ എത്ര പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ ടെസ്റ്റ് മണി മറ്റുള്ളവർ പറയുമ്പോൾ ഈ ദൈവത്തെ അറിയാനുള്ള വാഞ്ച മറ്റുള്ളവർക്കുണ്ടാവും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കും. കർത്താവിന്റെ വചനം പറയുന്നു, റോമൻസ് ചാപ്റ്റർ 10:9, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയും. യേശു അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രക്ഷയിലേക്ക് വരുവാനായിട്ട് ആൾക്കാർ രക്ഷയിലേക്ക് വരാനായിട്ട് ഇടവരും. मैंने इसलिए अपनी गवाही बताई क्योंकि बहुत से ऐसे लोग हैं जो ये सोचते हैं कि परमेश्वर के वचन की जानकारी के बिना मैं कैसे सुसमाचार की सेवकाई कर सकता हूं। तो मैं आपको बताना चाहता हूं कि आपको परमेश्वर ने बचाया, उसने आपको आज तक जिंदा रखा। कितने ही लोग उद्धार पाए हुए लोग इस दुनिया से चले गए। कोविड के समय में पता नहीं कितने लोग इस दुनिया को छोड़कर चले गए, लेकिन आपने परमेश्वर की दोहाई दी, प्रार्थना की, परमेश्वर ने आपको बचाया, जिंदा रखा है। तो क्या वो परमेश्वर का अनुग्रह नहीं है? तो आप अपने उस गवाही को परमेश्वर को, दूसरों को बताएं और उस गवाही के द्वारा परमेश्वर बहुतों को छुटकारा देगा, अपनी ओर लेकर आएगा। रोमियो 10:9 में लिखा है, यदि तो अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुओं में से जिलाया, तो तू निश्चय उद्धार पाएगा। അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രൈസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാൻ വേണ്ടി പോകരുത്. ഇത് എന്റെ ടൈമാണ്. ഏത് സമയം കർത്താവ് വരും. നമ്മളെല്ലാം ബൗണ്ടറി ലെവലിലാണ്. ഒരു നമ്മൾ ഏറ്റവും വലിയ ബൗണ്ടറിയിൽ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റുമോ? വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, ലോക പരിജ്ഞാനമൊന്നും വേണ്ട. അറിയാവുന്ന പോലെ ഇത് പ്രസംഗിക്കണം. ആൾക്കാർ കളിയാക്കും, അതൊന്നും നോക്കാൻ പോകരുത്. ഇന്ന് ജീവിച്ച് നാളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് നിത്യജീവൻ തരുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ നോക്കി പ്രഘോഷിക്കുന്നത്. അങ്ങനെ നോക്കി നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ഈ ദൈവം നമ്മളെ ദീർഘായുസ് നൽകി നമ്മളെ സംതൃപ്തനാക്കുക തന്നെ ചെയ്യും. तो हमें परमेश्वर के वचन की सेवकाई में लगे रहना है। लोग हो सकता है हमें जो मजाक उड़ाने वाले हैं या फिर हमें बुरा भला कहने वाले हैं, उनको हमें नहीं देखना। हमारी नजर सिर्फ
उन लोगों पर होनी चाहिए जो आज जिंदा है, कल इस दुनिया से चले जाने वाले हैं। तो उनको नजर में रखते हुए हमें परमेश्वर के वचन का प्रचार करते रहना, क्योंकि अंत का समय है। हमें अपनी पृष्ठभूमि, हम कहाँ से हैं, कैसे हैं, उन सब पर ध्यान देने की जरूरत नहीं है। प्रभु किसी भी समय आ सकता है और हम सब एक सीमा के अंदर है। तो जैसे भी हो, जिस तरीके से हो, जहां भी हमें मौका मिलता है, हमें सुसमाचार सुनाने के लिए तत्पर रहना है। കർത്താവിന്റെ ഗിഫ്റ്റ് എല്ലാവർക്കും കർത്താൻ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്, അതുപോലെ റെവലേഷൻസ്, ദ വേർഡ് ഓഫ് നോളജ്. എന്റെ ടൈമിൽ ഈ ഗിഫ്റ്റ് ഇല്ലാതെ ഒരു വ്യക്തിക്കും കർത്താവിന്റെ വചനം പ്രസംഗിക്കാനോ പറ്റത്തില്ല. നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അല്ല അത്ഭുതങ്ങളോ അടയാളങ്ങളും പരിശുദ്ധാത്മാ സ്ഥിരീകരിക്കണം എങ്കിൽ നമ്മൾ കർത്താവിൽ റൂട്ടഡ് ആയിരിക്കണം. നമ്മൾ കർത്താവിന് പ്ലാൻ ചെയ്ത വ്യക്തിയായിരിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്ത് റൂട്ടഡ് ആകണം എങ്കിൽ നമ്മൾ കർത്താവിന്റെ പരിജ്ഞാനത്തിൽ, കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. अंत के समय में प्रभु अपने वरदान सबको देना चाहता है। चंगाई का वरदान, छुटकारे का वरदान, प्रकाशन और भविष्यवाणी का ज्ञान, ये सारी बातें वरदान परमेश्वर अपने लोगों को देना चाहता है, क्योंकि अंत के समय में वरदानों के बिना सेवकाई करना असंभव है। और अगर ये सब हमें चाहिए तो परमेश्वर के वचन में हमारी जड़ें जमी होनी चाहिए, परमेश्वर के ज्ञान में हमें बढ़ना जरूरी है। और उस तरीके से जब हम करेंगे, परमेश्वर अपने वरदानों से भरकर हमें इस्तेमाल करेगा। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരിലേക്കും തരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കർത്താവ് ഓൾറെഡി പ്രവാചകന്മാര് വഴി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. और परमेश्वर ने नबियों के द्वारा पुराने नियम में, नए नियम में पहले से ही कह दिया है कि वो अपने आत्मा को सब लोगों को देना चाहता है। ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സസ് 16 and 17 ബൈബിൾ പറയുന്നത് ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം പ്രൈസ് ദി ലോർഡ് അറിയിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പ്രൈസ് ദി ലോർഡ്, പുത്രിമാരും പ്രൈസ് ദി ലോർഡ് പ്രവചിക്കും, നിങ്ങളെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എവരിബഡി യുവർ സൺ ആൻഡ് ഡോട്ടേഴ്സ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യുവർ ഫാദർ ആൻഡ് മദർ, the old people, young people, the children and everybody, each and every people, they will see the vision, they will get the revelation, they will get the vision from the Lord. This because this end time our God is very happy to give all these visions in you today. और योएल नबी के द्वारा परमेश्वर जो भविष्यवाणी करता है कि अपने अंत के समय में हर एक व्यक्ति पर मैं अपना आत्मा उंडेलूंगा, तुम्हारे बेटे और बेटियां भविष्यवाणी करेंगे, तुम्हारे जवान दर्शन देखेंगे, तुम्हारे पुरनिये स्वप्न देखेंगे, वरन मैं अपने दासों और दासियों पर भी उन दिनों में आत्मा उंडेलूंगा और वे भविष्यवाणी करेंगे। परमेश्वर इन अंत के दिनों में हर एक व्यक्ति पर अपने आत्मा को उंडेलना चाहता है, और आपके जवान वो भविष्यवाणी करेंगे, आपके पुरनिये दर्शन देखेंगे, और हर एक व्यक्ति को परमेश्वर अपनी महिमा के लिए अपने वरदानों के द्वारा इस्तेमाल करेगा। അതുകൊണ്ട് തന്നെ ഈ അന്ത്യകാലത്ത് പ്രൈസ് ദി ലോർഡ് നമ്മുടെ സിറ്റുവേഷൻ ഓർത്ത് നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത്. നമ്മൾ ചിന്തിക്കും നമ്മുടെ ജോലി കിട്ടിയിട്ട് കർത്താവിനെ പ്രഘോഷിക്കാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കുടുംബ പ്രശ്നങ്ങളൊന്നും മാറിയിട്ട് കർത്താവിനെ പ്രഘോഷിക്കാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വീട് കിട്ടിയിട്ട് കർത്താവിനെ പ്രഘോഷിക്കാം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമ്മൾ കടലിന്റെ തിരമാല നമ്മൾ അറിയാം, ഈ വേവ്സ് നമുക്കറിയാം, സീഷോർ ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ തിരമാലകൾ ഒരിക്കലും അടങ്ങത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രശ്നങ്ങളെ തീർന്നിട്ട് കർത്താവിനെ പ്രഘോഷിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് എല്ലാവരെയും ഉത്സാഹിപ്പിക്കും. हमें अपनी समस्याओं या परिस्थितियों पर ध्यान नहीं देना है। कई बार हम सोचते हैं कि एक नौकरी मिल जाए उसके बाद मैं सुसमाचार सुनाऊंगा, या फिर घर बन जाए उसके बाद सुसमाचार सुनाऊंगा, या मेरे परिवार की समस्याएं खत्म हो जाए उसके बाद मैं सुसमाचार सुनाऊंगा। तो मैं कहना चाहता हूँ, आपने लहरें देखी होंगी, समुद्र की लहरें कभी शांत नहीं रहती हैं। बिल्कुल उसी तरह से हमारी जिंदगी में कभी भी ऐसा नहीं होगा कि कोई भी समस्या ना हो। तो जो समस्या है, जो परेशानियां, उन परिस्थितियों के बीच में हम प्रभु की सेवा करने पाए। 4-5 മിനിറ്റോടെ കർത്താവിന്റെ വചനം ഫിനിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. കർത്താവിന്റെ വചനം നമുക്ക് പ്രൊട്ടക്ഷനാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്, അല്ലേ? 100%. എനിക്ക് സ്റ്റേറ്റ് പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ച് കർത്താവിന്റെ വചനം ഞാൻ പ്രസംഗിക്കാൻ ഇരിക്കാൻ പറ്റുമോ? വേറെ സ്ഥലത്തേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി കർത്താവിനെ പ്രഘോഷിക്കും. അവിടെ പുതിയ ആൾക്കാരെ കർത്താവ് തരും. ആദ്യത്തെ ഘട്ടങ്ങളിലേക്ക് ഞാൻ പോയ സ്ഥലത്ത് ഒരു വ്യക്തിയിലായിരുന്നു. ഇന്ന് ആ സിറ്റികളിൽ കൂടെ ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ചെല്ലുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഇന്ന് ആ സിറ്റികളിലെല്ലാം കർത്താവിന്റെ വചനം അനേകം ആൾക്കാർ പ്രഘോഷിക്കാനായിട്ട് ഇടവരും. നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമെന്ന് വിചാരിച്ച് നമ്മളെ ഇട്ടിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ആമ്പട്ട കർത്താവ്, മരുഭൂമിയിൽ കർത്താവ് നീർച്ചാലുകൾ നമുക്ക് വേണ്ടി ഒരുക്കും. तो मैंने यही बात आपको बताई कि समस्याएं आएंगी या मुसीबतें, परेशानियां आएंगी, ये सोचकर हम पीछे नहीं हट सकते हैं। मैं जहां सुसमाचार सुनाने जाता हूँ,
अगर मेरे ऊपर परेशानी आती है तो मैं उसको देख के अगर पीछे हट जाता हूँ तो फिर आगे मैं कैसे बढ़ पाऊंगा। मैं वहां रुकता नहीं हूँ, मैं दूसरी जगह चला जाता हूँ, वहां पे परमेश्वर कई लोगों को खड़ा करता है। शुरू शुरू में कई जगहों पर जाता था, वहां पर कोई भी विश्वासी मुझे नहीं मिलता था, लेकिन आजकल जब मैं वहां जाता हूँ कई विश्वासियों को परमेश्वर ने वहां पर खड़ा किया। वो लोग मुझे जानते हैं, वहां जब मैं जाता हूँ उन लोगों से मैं मिलता हूँ। तो उन परेशानियों को देखकर, उन मुसीबतों को देखकर हमें पीछे नहीं हटना, उन्हीं मुसीबतों के बीच में हमें आगे बढ़ना है। और उन परेशानियों के बीच में हमें सुरक्षित रखने वाला परमेश्वर हमारे साथ है। കർത്താവ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടില്ല. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 6:25 പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ന് കുടിക്കും എന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. പ്രൈസ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ കർത്താവ് നമ്മളെ സംരക്ഷിക്കാൻ തയ്യാറാണ്. ശക്തനായ ദൈവമാണ്. ദാനിയേലിനെ നമുക്കറിയാം, സിംഹക്കുട്ടിനെ രക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ ജോസഫിനെ കാരാഗ്രഹത്തിൽ മാനിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അതേപോലെ തന്നെ പത്രോസിനെ കാരാഗ്രഹത്തിൽ രക്ഷിച്ച ദൈവമാണ് നമ്മുടെ, പൗലോസിനെ രക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം, എന്നെ മരണത്തിൽ രക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, കല്ലിനെ മണ്ണിനെ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടങ്ങളോട് നമ്മൾ ദുഃഖിക്കരുത്. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു വിടുതലുണ്ട്, ഇതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനമുണ്ട്, ഇതിൽ നിന്നെല്ലാം നമുക്കൊരു ഉയർപ്പുണ്ട്. ഈ കർത്താവ് നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. तो हमें अपनी परेशानियों को देखकर दुखी नहीं होना, मुसीबतों के बीच में, कमियों के बीच में हमें दुखी नहीं होना है, किसी बात की चिंता नहीं करनी है। मत्ती 6:25 परमेश्वर का वचन कहता है, मैं तुमसे कहता हूं कि किसी बात की, अपने प्राण के लिए यह चिंता न करना कि हम क्या खाएंगे या क्या पिएंगे, न अपने शरीर के लिए कि क्या पहनेंगे, क्योंकि परमेश्वर हमारी सारी जरूरतों को पूरा करने के लिए सामर्थी परमेश्वर है। तो हमारा परमेश्वर छुड़ाने वाला परमेश्वर है। उसने दानियल को शेरों की मान से बचाया, उसने पौलुस को कारागृह से बचाया, उसने पतरस को कारागृह से बचाया, उसने यूसुफ को कारागृह के अंदर आदर दिया। तो आपकी ये जो परेशानी है, अभी की जो परिस्थितियां हैं, उसके बीच में से आप बाहर आएंगे, उसके बीच में से आपके लिए एक जी उठना होगा, परमेश्वर आपको आदर और मान देगा। ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 6:33 പറയുകയാണ്, നമ്മൾ കർത്താവ് പറയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നമുക്ക് സകലതും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്താരാഷ്ട്രത്തിൽ നമ്മളെ പറ്റി ചിന്തിക്കും, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. മെഡിക്കൽ സയൻസ് പറയും നമ്മൾ മാറ്റപ്പെടും. നമ്മളെ കാരായിരത്തിട്ട് ആൾക്കാർ ചിന്തിക്കും നമ്മൾ ഇവിടെ കിടന്ന് മരിക്കും. നോ, കർത്താവിന്റെ പദ്ധതി അതല്ല. കർത്താവിന്റെ പദ്ധതി, കർത്താവ് തന്നിരിക്കുന്ന ഡ്യൂട്ടി, അത് നമ്മൾ ഇവിടെ ചെയ്ത് തീർക്കേണ്ടിയിരിക്കുക തന്നെ ചെയ്യണം. പ്രൈസ്. അതിനു വേണ്ടി കർത്താവ് നമ്മളെ, the duty which our God is given to you, we have to do this duty for doing all kinds of God's work. Our God himself will send his heavenly angels to get the protection wherever you are, because our God is a mighty and living God. मत्ती 6:33, इसलिए पहले तुम परमेश्वर के राज्य और उसके धर्म की खोज करो तो ये सब वस्तुएं भी तुम्हें मिल जाएंगी। हम जिस कारागृह में, वहां के लोग सोचेंगे शायद कि हम यहीं पर खत्म हो जाएंगे, अंधकार की ताकतें सोचेंगी हम दुनिया से चले जाने वाले हैं, मेडिकल साइंस बोलेगा हम इस दुनिया से चले जाने वाले हैं, लेकिन नहीं, परमेश्वर ने हमें जो जिम्मेदारी सौंपी है उस जिम्मेदारी को हमें पूरा करना ही है। और उस जिम्मेदारी के पूरा करने तक परमेश्वर अपनी स्वर्गीय सेना को हमारी मदद के लिए, हमारी सुरक्षा के लिए, हमारी सहायता के लिए भेजेगा, क्योंकि हमारा परमेश्वर सर्व सामर्थी परमेश्वर है। ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3:21 ഇതിൽ പറയുകയാണെന്ന് വെച്ചാല്, ജയിക്കുന്നവൻ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ബുക്ക് ഓഫ് ആക്ട്സ് പറയാണ്, during the time of the death of Stephen, he could able to see a vision from the heaven. That means heaven is opened. Praise the Lord. Jesus Christ was standing the right hand of the heavenly Father. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ദൈവത്തെ സ്റ്റെഫാനോസ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. प्रकाशित ആ वाक्य 3 സിംഹാസനത്തിന്റെ അടുത്ത് നമുക്കും സീറ്റ് കർത്താവ് തന്നു കഴിഞ്ഞു. प्रकाशित वाक्य 3:21 में लिखा है, जो जय पाए मैं उसे अपने साथ सिंहासन पर बैठाऊंगा, जैसे मैं भी जय पाकर अपने पिता के साथ उसके सिंहासन पर बैठ गया हूं। प्रेरितों के काम की पुस्तक में हम स्टीफनुस की मृत्यु के समय देखते हैं कि वो आकाश को, स्वर्ग को खुला हुआ देखता है और यीशु मसीह को पिता परमेश्वर के बाजू में खड़े हुए देखता है, और वो जगह परमेश्वर ने हमारे लिए भी तैयार कर दी है। അതുകൊണ്ട് തന്നെ ഈ എന്റെ ടൈമില് ഈ അന്ത്യകാല ഈ ഉണർവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്ത്യകാല ഉണർവിൽ നമ്മളെല്ലാവരും ഏതെങ്കിലും മിനിസ്ട്രിയുടെ ഭാഗമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും മിനിസ്ട്രി ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. ചർച്ച് പാസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. മിനിസ്റ്റേഴ്സായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അവരിലൂടെ കർത്താവ് നമുക്ക് ട്രെയിനിങ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരിലൂടെ ചേർന്ന്
ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ ജാതികൾ കർത്താവിനെ അറിയും. ഈ അന്ത്യനാളുകളിൽ അനേകം ലോകം മൊത്തം രക്ഷയിലേക്ക് വരും. അങ്ങനെ രക്ഷയിലേക്ക്, നമ്മളിലൂടെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കും. तो इन दिनों में, अंत के दिनों में, जब अंत के समय की बेदारी आ रही है, तो आपको, हम सबको किसी न किसी सेवकाई के साथ जुड़ना है, परमेश्वर के दासों के साथ जुड़ना है, परमेश्वर के सेवकों के साथ जुड़ना है, किसी सेवकाई के साथ में जुड़ना है। उसके द्वारा हम दूसरों को सुसमाचार सुना सकते हैं। और इसी तरह परमेश्वर हमसे ये चाहता है कि हम किसी न किसी तरह अंत के समय में जातियों को, सारी जातियों को सुसमाचार सुनाएं, और उसके बाद परमेश्वर का, प्रभु का आगमन होगा। वो हमसे ये चाहता है कि हम सब लोगों को उसका सुसमाचार सुनाएं। അതുകൊണ്ട് തന്നെ ഈ ടോക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, പ്രതിസന്ധി ഘട്ടങ്ങളോ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, ക്ഷാമങ്ങൾ വന്ന്, വരൾച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, ഫാമിൻ ടൈം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, ഈ കർത്താവിന്റെ വചനം അതിന്റെ ഉള്ളിൽ നമ്മളിലൂടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ നമ്മൾ ചിന്തിക്കണം. പ്രതിസന്ധി ഘട്ടം വന്നു കഴിയുമ്പോൾ നമ്മൾ കർത്താവിന്റെ വചനം ഇട്ടിട്ട് പോടരുത്. കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഈ ബുദ്ധിമുട്ടിൽ കർത്താവ് എന്നോട് ചെയ്യുന്ന അത്ഭുതം എന്താ, നമ്മൾ കർത്താവിനോട് ചോദിക്കണം. അപ്പോൾ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കും. अपनी बात समाप्त करने से पहले एक और बात कहना चाहता हूं कि जब परेशानियां हमारी जिंदगी में आती है, मुसीबतें आती है, अकाल आते हैं, सूखा जब हमारी जिंदगी में आता है, तो हमें ये सोचना है कि उस परिस्थिति में, उस परेशानी में, उस मुसीबत में परमेश्वर हमसे क्या कहना चाहता है, वो हमसे क्या करवाना चाहता है। मुसीबतों के बीच में, मुसीबतें आने पर हमें प्रभु को या सेवकाई को छोड़कर भाग नहीं जाना है, बल्कि उसी परिस्थिति में रहते हुए हमें प्रभु से पूछना है कि प्रभु तू मुझसे क्या चाहता है। तब परमेश्वर का आत्मा उसी परिस्थिति में हमसे बात करेगा। പ്രൈസ് ലോർഡ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈബിളിനകത്ത് വരൾച്ചയുടെ അനുഭവത്തിൽ നിന്ന് കർത്താവ് അത്ഭുതം ചെയ്ത് ഒത്തിരി ആൾക്കാർ, നമുക്കറിയാം, അബ്രഹാം ലോത്തും നമ്മി പിന്തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അപ്പൊ ലോത്ത് ഫലഭൂഷ്ടമായ സ്ഥലം തെരഞ്ഞെടുത്തു. അബ്രഹാം തെരഞ്ഞെടുത്തത് ഒരു എന്ന് പറഞ്ഞാല് ഒന്നുമില്ലാത്ത സ്ഥലം എടുത്ത്. കർത്താവ് ആ വരൾച്ചയുടെ അനുഭവത്തിൽ നിന്ന് അബ്രഹാത്തെ അനുഗ്രഹിച്ചു. ആ ദൈവമാണ് നമ്മുടെ ദൈവം. സിറ്റുവേഷൻ നമ്മൾ നോക്കരുത്. ഈ ദൈവം നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാൻ ശക്തനായ ദൈവത്തെ. परमेश्वर आप सबको बहुत आशीष दे। बाइबल के अंदर हम ऐसे कई लोगों को देखते हैं जिनको सूखेपन की अवस्था से परमेश्वर बाहर लाता है, आशीष देता है। अब्राहम और लूत जब अलग अलग होते हैं तो लूत अच्छी तराई वाली, सिंचाई वाली जगह को चुन लेता है, लेकिन अब्राहम दूसरी एक जगह को चुनता है। लेकिन उस सूखेपन की अवस्था से परमेश्वर अब्राहम को बाहर लाता है, उसको आशीष देता है। तो जब परेशानी या मुसीबत या सूखेपन की हालत में हम हैं, तो हमें वहां पे निराश नहीं होना है। उसी जगह पर परमेश्वर हमें फलवंत बनाने के लिए सामर्थ्य परमेश्वर है। ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മൊത്തം, if the people are watching online, I want to request to all the people, praise the Lord, if you are having the desire to do something for God, please join with us in the prayer. You can raise your hand. When you are raising your hand with me, praise the Lord, our God is looking at you, our God is observing you wherever you are. Doesn't matter, maybe you're any of the countries, maybe UK, Europe and Africa, North or South America and India, any other nation, doesn't matter. Praise the Lord, our God is looking at our door. God doesn't have any other partiality. Our God is looking at you and me in one eyes. Praise the Lord. Our God want to bless you today. Our God want to get you his divine power on you today. Our God want to get you the encouragement today. Praise the Lord. Our God want to get you the word of knowledge today. Our God want to get you the anointing of the Holy Spirit today. കർത്താവിന്റെ കൃപകൾ മൊത്തം കർത്താവ് നമ്മളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Let us raise our hand. You can pray one minute to the Lord right now. Heavenly Father, the people are broken hearted. The people, those who have lost something, the people are thinking, I'm alone, facing the loneliness. ഏകാന്ത അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. The people are thinking, I don't have a job. The people are thinking, that one, I'm the heavy sick. Lots of various kinds of, infirmities. The people are suffering. The people are watching right now. I want to pray for you right now. Praise the Lord. Please join with us. Praise the Lord. I'm praying and apply the blood of Jesus Christ. I'm praying right now. യേശുവിന്റെ രക്തം അപ്ലൈ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് വിടുതൽ തരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം കർത്താവ് തരും. Yes, I'm praying right now. Heavenly Father, in the name of Jesus Christ, I pray for all the people right now. The people are watching from different countries and different denominations. Heavenly Father, pray for them right now.
In Jesus' name, I take authority over all the evil spirit, all the spirit of infirmities right now. I take the authority right now in Jesus' name. According Matthew chapter, Luke chapter 10 verse 19, I take authority over all the evil spirit right now in Jesus' name. In Jesus' name, I sprinkle the blood of Jesus Christ. Each one of them, the people are watching, those who are having the desire to receive the healing right now. Heavenly Father, I pray for the യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ രക്തം തളിച്ചോടി ഞാൻ പ്രാർത്ഥിക്കുന്നു in Jesus' name. യേശുവിന്റെ നാമത്തിൽ be healed right now in Jesus' name. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വചനം സ്പ്രെഡ് ചെയ്യുന്ന തടസ്സപ്പെട്ട് നിൽക്കുന്ന അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് ബന്ധിച്ച് ഞാൻ പുറത്താക്കുന്നു in Jesus' name. I bind, I cast out right now, out right now in Jesus' name. Shitatakalaturaka, Shamdalakalaturaka. Heavy headache, people are watching right now. Heavy headache, this is okay. Now we can feel the heavy headache right now. People are watching right now. Praise the Lord. Hallelujah. In the name of Jesus Christ, I bind, I cast out right now the spirit of headache, God right now in Jesus' name. In Jesus' name. In Jesus' name, blind people are watching right now. Blind people are watching right now. Praise the Lord. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, the blindness. യേശുവിന്റെ നാമത്തിൽ, in Jesus' name, I bind, I cast out right now the spirit of blindness, God right now. In Jesus' name. In Jesus' name. Thank you, God. In Jesus' name. In Jesus' name. In Jesus' name. അനേക ആൾക്കാർക്ക് ഡിപ്രഷൻസ് വിട്ട് മാറിപ്പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ആങ്സൈറ്റികൾ പോകുന്നു. നിങ്ങൾക്ക് ലജ്ജ, കർത്താവിന്റെ വചനം പ്രസംഗിക്കാനുള്ള ലജ്ജ. That means you are thinking, some people are thinking that I'm feeling ashamed to preach the gospel. The God is taking away this kind of the spirit of ashame, the spirit of mind blinding, the spirit which is blocking your gospel preaching. You are getting the freedom in that area in Jesus' name. In Jesus' name I pray. In Jesus' name. In Jesus' name I pray. In Jesus' name. Heavenly Father, I pray for everybody those who are watching from different countries, different denominations. Thank you for your giving extraordinary anointing to them right now. I pray for all the church ministers, all the nations. I pray for everybody right now, wherever they are facing the problems to preach the gospel. Heavenly Father, thank you for sending your glory and power to them. That is what God you did. You are a wonderful God you did in the city of Samaria. Then church got scattered. The book of Acts chapter 6 and 7. Adana church binipu vanna church velli prosecution vannu kazhinjappol you are with them, the Heavenly Father, you are with all the disciples, especially with Philip and Peter and Paul, so that church got multiplied because of your power. Heavenly Father, this is the end time. I pray for all the nations wherever is having the law is standing against the gospel. In Jesus' name, I break this kind of law right now. In Jesus' name. In Jesus' name. I declare the gospel right now in all the areas to the unreached areas. Heavenly Father, I pray for all the people, those who are joining our Zoom. I pray for me, those who are joining. Lots of people are getting the deliverance. Okay, lots of people are getting the deliverance. Heavenly Father, I pray for the people, those who are joined in Zoom meeting. I pray for Brother Wilson. I pray for Brother Wilson. I bless his brother. I pray for Sister Shrija. I pray for me and all the people, those who are supporting by seed and supporting by prayer. I pray for them right now, Father. Thank you for keeping them in glory. Once again, more, I pray for each one of them. In Jesus' name, I pray. Amen. You want to say amen? Amen. Praise the Lord. Hallelujah. Heavy headache, the spirit of headache, നമുക്ക് കരങ്ങൾ അടിച്ച് കർത്താനും നമുക്ക് മാസം സ്പിരിറ്റ് ഓഫ് ഹെഡേക്ക് പോയി കഴിഞ്ഞു അനേക ആൾക്കാർക്കൊക്കെ. ഡിപ്രഷൻ, കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ലജ്ജ, കാരണം വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്ന ഒരു ലജ്ജ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, അവരെല്ലാം ഇന്ന് ലോകത്തിൽ ജീവിക്കുക, അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ വചനം നമുക്ക് എന്നേക്കും നിത്യജീവൻ തരുന്ന വചനമാണ്. ഈ വചനം കയ്യിലോടത്തുള്ള ഒറ്റ കാരണത്താണ് അന്താശക്തി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ കൈവെക്കുന്ന ദൈവത്തൊന്നും ടച്ച് ചെയ്യാൻ പറ്റാത്തായിരുന്നു. ജോബിന്റെ ജീവിതത്തിൽ കർത്താവ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, യോബിന് ചുറ്റും കർത്താവ് വേലി കെട്ടി കർത്താവ് സംരക്ഷിക്കുമായിരുന്നു. ജോബ് അന്താശക്തി തൊടാൻ പറ്റി. അതാണ് ദൈവമക്കൾ കർത്താവ് തരും. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ ഗോൾഡൻ ലൈഫ് യു ഹാവ് റിസീവ്ഡ് ഫ്രം ദ ലോർഡ്. എൻജോയ് ദ ക്രിസ്ത്യൻ ലൈഫ് ടുഡേ ഓൺ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെയും മറ്റന്നാളും ഞാൻ പ്രീച്ച് ചെയ്യുന്നതല്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Where one of the pastor from South Africa will be preaching tomorrow. Saturday, one of the pastor from USA will be preaching.
And we are arranging conferences soon. Praise the Lord. And we'll be inviting everybody soon. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Thank you.